ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഋതു ബേബിയുടെ ബർത്ത്ഡേ വ്ലോഗ് ഇതുവരെ എൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും കൂടി നമുക്ക് ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പായിട്ട് പടക്കം പേടിയിലെ 2 കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ റിയൽ റിയാക്ഷൻ വിത്ത് സൗണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വൺസ് അഗെയിൻ വെൽക്കം ടു അനുസ് ഹാപ്പി കോർണർ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Hi. Hi. Chocolate. Strawberry വേണം. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛനും അച്ചമ്മയാണ് അവൻ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഋതു ഭയങ്കരമായിട്ട് ഫോട്ടോയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് വാങ്ങുന്നത് നോക്കൂ. നല്ല ക്യൂട്ടായിരുന്നു. അന്നേരം നല്ല മൂഡായിരുന്നു. എനിവേ ഋതു ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ അച്ഛൻ ഇതാ ഋതു ബേബിക്ക് ഒരു ഷർട്ട് ആൻഡ് ഡ്രസ്സാന്ന് തോന്നുന്നു കൊടുക്കുന്നത്. നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും കൂടി ഇതിൽ കാണാം. അത് കഴിഞ്ഞ് അമ്മമ്മ ഇതാ ഋതുവിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോയാണ്. അപ്പോൾ ഋതു കുറച്ച് നാളായിട്ട് എനിക്കത് വേണമായിരുന്നു എന്ന് പറയുന്ന ടോയാണ് ഋതുവിന് അമ്മമ്മ വാങ്ങിക്കൊടുത്തത്. നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് ഇതൊക്കെ കാണാം കേട്ടോ. പിന്നെ ഒരു വലിയ ഗിഫ്റ്റും കൊണ്ടൊരു കുഞ്ഞു പാവ വരുന്നുണ്ട്. അത് വെയിറ്റ് ചെയ്യാണ് നമ്മൾ. ഇച്ചൂട്ടന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയാം, ഇച്ചൂട്ടൻ ഋതു ബേബിയുടെ അനിയനാണ്. എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് ഇച്ചൂട്ടൻ. അപ്പോൾ ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഋതു ബേബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് നീലേശ്വരത്തിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഉള്ളത് നമ്മുടെ ഇച്ചു ബേബിക്ക് അമ്മമ്മ വാങ്ങിയ ഗിഫ്റ്റാണിത്. അപ്പോൾ ഇച്ചു ബേബി അതും കൂടി ഋതുവിന് കൊടുക്കുവാണ്. കണ്ട, ഋതുവിന് സങ്കടമാവണ്ടല്ലോ, ഇച്ചുട്ടന് സങ്കടമാവണ്ടല്ലോ എന്ന് കരുതി അമ്മമ്മ വാങ്ങിയതാണ്. അതുകൂടി ഇച്ചുട്ടൻ ഏട്ടനാണ് കൊടുക്കുന്നത്. അത് ഇച്ചുട്ടന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഏട്ടൻ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഋതു കുറച്ച് നാളായിട്ടൊരു റിക്വയർമെൻറ്റ് പറഞ്ഞതാണ്, ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു കസേര വേണമെന്ന്. അപ്പോൾ അച്ഛൻ അത് ഓർമ്മിച്ചിട്ട് ഋതുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലെ വാങ്ങിക്കൊടുത്തതാണ് ചാരിയിരിക്കുന്ന കസേര. അപ്പം അതിൽ നല്ല സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്ന പോലെ ഋതു ഇരിക്കുന്ന ഒരു പോസുണ്ട്. എനിവേ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം ഓരോന്നായിട്ട്. ഇത് ഋതുവിന് ഇച്ചു ബേബി കൊടുത്തതാണ്. നമ്മുടെ മാമിയും മാമനും കൂടി ഋതു ബേബിക്ക് കൊടുത്തതാണിത്. നോക്കാം ഇതിലെന്താന്ന്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഋതുവിന്. കുറച്ച് നാളായിട്ട് ഋതുവിന് അത് വേണമായിരുന്നു. കുറേ ഡ്രീംസൊക്കെ ഉണ്ട് ഋതുവിന്, കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നാളായിട്ട് പറയുന്നൊരു ഇഷ്ടമാണ് ഋതുവിന് വാങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഋതുവിനോട് വീഡിയോ കോളിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ട് മാമി വാങ്ങിക്കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഗിത്താറാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഒറിജിനൽ ഗിത്താറാണ്. അറ്റ്ലീസ്റ്റ് ഋതു കുറച്ചെങ്കിലും ഗിത്താറിൻ്റെ ബേസിക്കൊക്കെ കുറച്ച് വലുതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഒറിജിനൽ ഗിത്താർ പോലെയൊക്കെ തോന്നുന്നു. അതിന് നല്ല കമ്പിയൊക്കെ ഉണ്ട്. നല്ല വെറുതെ ബാറ്ററിയിലൊന്നും വർക്ക് ചെയ്യുന്നതല്ല, ശരിക്കും ഗിത്താറിൻ്റെ കമ്പിയും പിന്നെ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ആ കമ്പിക്ക് നമ്മൾ കൈ പ്രസ് ചെയ്യാണ്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഫിംഗറിനൊരു ഇത് കൊടുക്കുമല്ലോ, അതൊക്കെ അതിൽ തന്നെയുള്ള ശരിക്കൊരു ഒറിജിനൽ ഗിത്താറായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ നെഞ്ചുക്കൾ പെയ്തിടും മാമഴ ഇതൊക്കെ പാടിയിട്ട് കുറേ കഴിച്ചേ. നെക്സ്റ്റ് നമ്മുടെ അച്ചച്ചനും അച്ചമ്മയും. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് പോയത് വടകരയ്ക്കാണ്. അവിടെ ധനേശേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ആ അച്ഛനും അമ്മയും കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനകത്തൊരു സ്കൂട്ടറും പിന്നെ സ്കൂട്ടറിൻ്റെ മേലെ ഒരു ഡെലിവറി ബോയ് ഇരുന്നിട്ട് അത് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നൊരു സംഭവമാണ് അതിനകത്തുള്ളത്. ഒരു നല്ല ഗിഫ്റ്റായിരുന്നു. നമുക്ക് കുറച്ചുകൂടി സ്പീഡി ആയിട്ട് വീഡിയോ അൺബോക്സ് ചെയ്യുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ആൾക്ക് ഈച്ചൂട്ടനാണ് അത് ഭയങ്കര ഇഷ്ടമായത്. അതിന് ഒന്ന് നിലം തൊടിക്കാൻ ഈച്ചൂട്ടൻ വിടുന്നില്ലായിരുന്നു. അത് കവറ് പൊട്ടിച്ച ഉടനെ ആളതും കൊണ്ട് പോയി. അതൊരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നൊരു ടോയാണ്. ഒരു സ്കൂട്ടറിൻ്റെ മേലെയായിട്ട് ഒരു ഡെലിവറി ബോയും സാധനം കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. നല്ല അത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തൊരു സൗണ്ടും പിന്നെ ലൈറ്റ്സൊക്കെ ആയിട്ട് വരും. അപ്പം നമ്മുടെ ഇച്ച് ബേബി അതും കൊണ്ട് കളിക്കാനായിട്ട് പോയി. അപ്പോൾ ഒരു സമാധാനമില്ല അതങ്ങ് ബാക്കിൽ വെച്ചിട്ട്. നെക്സ്റ്റ് അച്ചച്ചനും അച്ചമ്മയും കൊടുത്തത് ഒരു കളറിങ് ബുക്കായിരുന്നു. അപ്പോൾ റിതു ഇപ്പോൾ കുറച്ചായിട്ട് അംഗൻവാടിയിലൊക്കെ പോകാനൊക്കെ പ്ലാൻ ഉണ്ട്, പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ കുറച്ച് മടി പിടിച്ചിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കളറൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെയാണ് ഒരു കളറിങ് ബുക്കും ക്രയോൺസൊക്കെ വാങ്ങിക്കൊടുത്തത്. ഇനിവേ നല്ല യൂസ്ഫുൾ ഗിഫ്റ്റായിരുന്നു രണ്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കളറിങ് ബുക്കിലെ കുറച്ച് ആൽഫബറ്റ്സും കളർ ചെയ്യുന്ന അതൊക്കെ പിക്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. നല്ലൊരു ഗിഫ്റ്റായിരുന്നു. നെക്സ്റ്റ് എൻ്റെ അച്ഛൻ റിതുവിൻ്റെ അച്ചച്ചൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഒരു ഡ്രസ്സാണ് റിതുവിന്. നല്ലൊരു ഷർട്ടും പാൻറ്റൊക്കെ ഒരു ജീനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ റിതുവിന് ഇഷ്ടമായി. കുറച്ച് നമ്മളിതൊരു വലിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിട്ടോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് റിതുവിൻ്റെ അച്ചച്ചനും അച്ചമ്മയും റിതുവിൻ്റെ അമ്മമ്മയും അച്ചച്ചനും അങ്ങനെ ഇവൻ്റെ 2 വീട്ടുകാരും അതുകൂടാണ്ട് മാമിയും ഇച്ചുട്ടനും ഓൾറെഡി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കുഞ്ഞ് ഫങ്ഷനാണ്. റിതുവിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അതൊരു ഗ്രാൻഡായിട്ടൊന്നും ഫങ്ഷൻ ചെയ്തില്ല. റിതു ബേബിയുടെ അച്ഛൻ നാട്ടിലിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് എല്ലാവരും കണ്ടെയാണ് UK വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അപ്പോൾ അച്ഛനൊന്നും ഇപ്പോൾ കൂടിയില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഇതൊരു ഷർട്ടാണ് കേട്ടോ. ഈ ഒരു കളറാണ് ഷർട്ട്. റിതു ബേബിക്കില്ല ഇങ്ങനെ ഒരു കളറ്. അപ്പോൾ ഒരു നല്ല ഒരു ബ്ലാക്ക് ജീനും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമായി. റിതു പിന്നെയും ഗിത്താർ വെച്ച് കളിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് അവിടെ ചെറിയൊരു അടിയുടെയൊക്കെ ലക്ഷണം കാണുന്നുണ്ട് ഗിത്താറിന് വേണ്ടിയിട്ട്. നമുക്ക് മെല്ലെ സ്വിച്ച് ചെയ്യാം അടുത്ത ഗിഫ്റ്റിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അമ്മമ്മ കൊടുത്ത ഗിഫ്റ്റിലേക്കാണ്. അമ്മമ്മ റിതുവിന് വേറൊരു ടോയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് കാണാം കേട്ടോ. അതിനകത്തുണ്ടായിരുന്നത് ഒരു ഗിത്താർ തന്നെയാണ്. അത് പക്ഷേ നമ്മുടെ ബാറ്ററിയിലൊക്കെ പ്രവർത്തിക്കുന്ന അതിന് ഒരു മൈക്കും അതിൻ്റെ കൂടെ ഒരു മൈക്കൊക്കെ വരുന്നൊരു ഗിത്താറാണ് കേട്ടോ. അപ്പം എന്താണ് ഇങ്ങനെ എല്ലാവരും ഗിത്താർ കൊടുത്തതെന്ന് വെച്ചാൽ റിതു ബേബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗിത്താർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അമ്മമ്മയും മാമിയൊക്കെ ഗിത്താർ തന്നെ വാങ്ങിയത്.
അപ്പോൾ എല്ലാവർക്കും ആ ബ്ലൂ ഗിത്താറിനോടാണ് ഭയങ്കര ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു. അതിനൊരു കമ്പി ഒക്കെ ഉണ്ട് നീട്ടുന്നതൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഇച്ചു ബേബീൻ്റെ ഗിഫ്റ്റും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പൊട്ടിച്ചാലോ. അതാ ഇച്ചു ബേബിക്ക് വേറൊരു കളർ ചേഞ്ചിൽ സെയിം ഗിത്താർ തന്നെയാണ് അമ്മമ്മ കൊടുത്തത്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു പൊട്ടിത്തെറികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഗിഫ്റ്റ് തന്നെ 2 എണ്ണം വാങ്ങുന്നത് മിക്ക ദിവസങ്ങളിലും പതിവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം, ടോയ്സിന് വേണ്ടിയിട്ട് 2 കുഞ്ഞുങ്ങളും ചെറിയ തോതിൽ അടി ഉണ്ടാക്കും അല്ലേ. അപ്പം ഇവിടെയും അങ്ങനെ തന്നെയാണ്, ആസ് യൂഷ്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വാവക്കും വാങ്ങി, അമ്മ വാങ്ങി ഒരേ ഫോമിലുള്ള ഗിഫ്റ്റാണ്. ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ വമ്പൻ സർപ്രൈസ്. ഋതു ബേബിയുടെ അച്ഛൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തൊരു വലിയ കാറാണ്. അതിൻ്റെ ഫിറ്റിങ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് കാർ. അതിൻ്റെ വളരെ കൂലങ്കരശമായി ആലോചിച്ചിട്ടൊക്കെ അതിൻ്റെ അൺബോക്സിങ് ഫിറ്റിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് വഴിയെ കാണാം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇച്ചുവിനും ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മമ്മയൊക്കെ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട്. നമുക്ക് അവരുടെ ഹാപ്പിനെസ് കാണാം. ഫൈനലി ഇതാണ് ഋതുവിന് കുറേ നാളത്തെ, ഞാൻ പറഞ്ഞില്ലേ ഋതുവിന് കുറച്ച് ഡ്രീംസൊക്കെ ഉണ്ട്, കുറേ ആഗ്രഹങ്ങളൊക്കെ വേണമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ വേണമായിരുന്നു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒപ്പിയെടുത്തിട്ടാണ് അവൻ ഓരോ സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ട് ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് ഋതു ആഗ്രഹിച്ചതും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഗിഫ്റ്റാണ്. അവൻ്റെ സന്തോഷം കണ്ടോ? ഇത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവനെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അച്ഛൻ, ഋതു ബേബിയുടെ അച്ഛൻ അവിടുന്ന് വാങ്ങിയിട്ട് അയച്ചതാണ് മോൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനായിട്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കാറാണിത്. അത്യാവശ്യം 2 കുട്ടികൾക്ക്, അപ്പോൾ നമുക്ക് ഇച്ചു ബേബിക്കും അതിലിരിക്കാം, ഋതുവിനും ഇരിക്കാം. അപ്പോൾ നമ്മുടെ ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ മുറ്റത്തൂടി കുറച്ച് റൗണ്ടൊക്കെ അടിക്കാനായിട്ട് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ഓടിക്കുന്ന ഒരു വിഷ്വലും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതും കൂടിയായിട്ട് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ബേബി കേക്കൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് അത് കാണാനായിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളി ഗിഫ്റ്റല്ലേ. അവൻ്റെ ഹാപ്പിനെസ് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്കും പറ്റുമെങ്കിൽ ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഫൈനലി നമ്മുടെ കാറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് സ്വന്തമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ റിമോട്ട് യൂസ് ചെയ്തിട്ടില്ല, ആക്സിലേറ്റർ കൊടുത്തിട്ട് മോൻ തന്നെയാണ് ഇത് ഓടിക്കുന്നത്. ഹാപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.